അങ്ങനെ ഫൈനലി ഇന്റർസ്റ്റെല്ലാർ തിയേറ്ററിൽ കണ്ടു. 2014 ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് മാത്യു മെക്കനഹായ്, ആന ഹാത്വേ, ജെസിക്ക ചാസ്റ്റൈൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ എപ്പിക് സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഡ്രാമ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പടം ശനിയാഴ്ച കണ്ടതാണ്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാനായിട്ടൊരു വിഷമം തോന്നി. കാരണം ഞാൻ ഈ പടം എങ്ങനെയും ഐമാക്സിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന സിനിമയാണ്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ടായി. എനിക്കാണെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്യണം ഐമാക്സിൽ കാണുന്നതിൽ. കാരണം ഞങ്ങളുടെ ഇവിടെ എന്തായാലും ഐമാക്സ് തിയേറ്റർ ഒന്നും ഇല്ല. അപ്പോൾ ഒന്നിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് വേണം കാണാനായിട്ട്. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് വിട്ടു പോയിട്ട് പടം കാണേണ്ടി വരും. എന്ത് ചെയ്യാനാണ്? എന്തായാലും ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ധന്യാരമ്യ തിയേറ്ററുകളിൽ മാത്രമാണ് പടം ഓടുന്നത്. അതാണെങ്കിൽ ഓരോ 7.1 ആണ്. പക്ഷേ വെള്ളിയാഴ്ച പടത്തിന് ചെന്നപ്പോൾ ഞാൻ കോട്ടയം ധന്യയിലാണ് ചെന്നത്. പക്ഷേ ഷോ ഉണ്ടായിരുന്നില്ല. സൗണ്ട് സിസ്റ്റം എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ അടുത്തുള്ളത് ഏറ്റുമാനൂരിലാണ്. പക്ഷേ രാത്രിയിലത്തെ ഷോ വരെ ഏകദേശം നല്ല സീറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞിരുന്നു. പിന്നെ ശനിയാഴ്ചത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഏറ്റുമാനൂർ UGM സിനിമയിൽ പോയാണ് ശനിയാഴ്ച ഈ സിനിമ കാണുന്നത്. അവിടെ 4K അറ്റ്മോസ് ആണ്. സോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പോയി കണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 24-25 കിലോമീറ്റർ ഉണ്ട് ഏറ്റുമാനൂർ UGM തിയേറ്ററിലേക്ക്. സ്റ്റിൽ എനിക്കത് വെർത്തായിട്ടാണ് ഫീൽ ചെയ്തത്. നല്ല സ്ക്രീനും നല്ല സൗണ്ട് സിസ്റ്റവും ഉള്ള ഒരു തിയേറ്ററാണ്. ഇനി മുതൽ ഇതുപോലെ വലിയ ഇംഗ്ലീഷ് ഫിലിംസ് ഏതെങ്കിലും വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പുതിയ തിയേറ്റർ വരുന്നുണ്ട്. അതിനി എന്നാ വരുന്നതെന്ന് അറിയില്ല. വരുമ്പോൾ തന്നെ നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി. നൗ കമ്മിങ് ബാക്ക് ടു ദ മൂവി, ഐ ഡോണ്ട് നോ ഹൗ ടു explain the experience. എനിക്ക് ഐമാക്സിലൊന്നും അല്ലാതെ ഇത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ ഐമാക്സിൽ പടം കാണുന്നവരുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പടം തിയേറ്ററിൽ കാണുന്നത് കേട്ടോ. ഞാൻ സിസ്റ്റത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ നിങ്ങൾ സിനിഫൈൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഇപ്പോഴുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാട്ട് എ മൂവി, ഇറ്റ്സ് ആൻ ഇമോഷൻ. പലർക്കും ഈ പടം ഭയങ്കര ടഫ് ആണെന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് പാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. ക്ലൈമാക്സിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ. പലർക്കും ഈ പടത്തിന്റെ ടൈറ്റിലിന്റെ മീനിങ് തന്നെ അറിയില്ല എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഇന്റർസ്റ്റെല്ലാർ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് എന്നാണല്ലോ അർത്ഥം. സോ അത് തന്നെയാണ് പടത്തിന്റെ പ്ലോട്ടും ആക്ച്വലി. ആ ഒരു വോം ഹോളിനകത്തേക്ക് പോകുന്ന പോർഷൻ, പിന്നെ കൂപ്പർ 5 ഡയമെൻഷനിൽ അകപ്പെട്ട് പോയിട്ട് മർഫിയോട് സംസാരിക്കുന്നത്, അങ്ങനെ എനിക്കിതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ട് മാത്രം പറയാൻ പറ്റുകയില്ല. പടത്തിലെ മിക്ക രംഗങ്ങളും അത്രയ്ക്കും ഫേവറേറ്റ് ആണ്. എന്തിന് ആ ഒരു ചോളപ്പാടം, ആ ഒരു ഫുൾ വെള്ളം നിറഞ്ഞ പ്ലാനറ്റ് എല്ലാം ഇങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്. ആൻഡ് ദ പെർഫോമൻസസ് കൂപ്പറായിട്ട് മാത്യു മെക്കനഹായുടെ ആണ് ആദ്യം തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്. ഈ സിനിമയുടെ പില്ലർ എന്ന് പറയാവുന്ന ക്യാരക്ടറാണ്. ഇതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ മാറ്റി നിർത്തിയാലും ആ ഒരു ക്യാരക്ടറിനൊപ്പമുള്ള നമ്മൾ പ്രേക്ഷകരുടെ യാത്രയാണ് ഈ സിനിമ എന്ന് തന്നെ പറയാം. സോ ഹി വാസ് വണ്ടർഫുൾ. അതുപോലെ മർഫിയുടെ യൗവനകാലം ചെയ്ത ജെസിക്ക ചാസ്റ്റൈൻ, ശരിക്കും ഈ അച്ഛനും മകളും തമ്മിലുള്ള ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് വളരെ റോ ആയിട്ടും ഒട്ടും ഫേക്ക് അല്ലാത്ത രീതിയിലുമാണ് അവരുടെ സ്നേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ പടത്തിന്റെ മെയിൻ ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് തന്നെ പറയാം. പിന്നെ ഡോക്ടർ അമീലിയായിട്ട് വന്ന ആൻ ഹാത്തവേ, കാസി അഫ്ലക്കാണ് ടോമായിട്ട് വരുന്നത്. ടോമിന്റെ ചെറുപ്പകാലം തിമോത്തി ശാലമാറ്റാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വണ്ടർഫുൾ കാസ്റ്റ്, അവരുടെ എല്ലാം മികച്ച പെർഫോമൻസ് ഉള്ള സിനിമയാണ്. ഒപ്പം നമ്മൾ കാണുന്ന എല്ലാവരും സ്നേഹിച്ചു പോകുന്ന ഇതിലെ റോബോട്ട്, കേസ്, അങ്ങനെ എല്ലാവരും. പിന്നെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് എന്നാ പറയാനാ, എങ്കിലും ആദ്യം പറയാനുള്ളത് ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് ആണ്. ഇറ്റ്സ് ആൻ ഇമോഷൻ. അതുപോലെ ഹോയ്റ്റെ വാൻ ഹോയ്റ്റേമയുടെ ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. എഡിറ്റിംഗ് ലീ സ്മിത്ത് ആണ്. പിന്നെ ഇതിന്റെ VFX, ആ ഒരു സ്പേസ് സീക്വൻസ് ഒക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് പടത്തിന് ശരിക്കും പറഞ്ഞാൽ 4 ഓസ്കാർ നോമിനേഷനാണ് 2014, അതായത് 87ാമത് ഓസ്കറിൽ പോയത്. പക്ഷേ വിഷ്വൽ ഇഫക്ട്സിന് മാത്രമാണ് അവാർഡ് ലഭിച്ചത് ഓസ്കർ. അതെനിക്കൊരു അത്ഭുതമാണ്. കാരണം ഇതിന് 4 നോമിനേഷനൊന്നും പോയാൽ പോരാ. ആൻഡ് ജസ്റ്റ് 1 വിന്നിങ് അതും പോരാ. ശരിക്കും നോളൻ ഇതിനൊക്കെ കൊടുക്കേണ്ടതാണ് ബെസ്റ്റ് ഡയറക്ടറിനുള്ളത്. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ ആ വർഷം അവാർഡ് കിട്ടിയ പടങ്ങളും അന്യായ മത്സരം തന്നെയായിരുന്നല്ലോ. എനിവേ, ഐ ആം സോ ഹാപ്പി അറ്റ് ലാസ്റ്റ് ഈ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സോ എനിക്ക് പറയാനുള്ളത്, ഐമാക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അടുത്തുള്ള തിയേറ്ററിൽ അത്യാവശ്യം അറ്റ്മോസ് സൗണ്ട് ഫോർമാറ്റെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയിട്ട് എങ്കിലും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മിസ് ചെയ്യരുത്. ഒന്നാമതായിട്ട് ഈ ഒരു 7 ദിവസം മാത്രമേ പടം റിലീസ് ഷോസ് ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ ഇനി നീട്ടുമോ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ആലോചിച്ച് അയ്യോ പോകേണ്ടതായിരുന്നു എന്നൊരു മിസ്സിംഗ് ഫീൽ ഉണ്ടാവരുത്. അതുകൊണ്ടാണ്. സോ നിങ്ങൾ കുട്ടികളെയൊക്കെ കൂട്ടി പടം തിയേറ്ററിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.